സുഹൈൽ, അപ്പോൾ ഒരു കാര്യമുണ്ടോ, അതായത് ഇപ്പോൾ ഇസ്രായേലിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിനാശം എത്രയാണ് എന്നതിൻ്റെ ഒരു ഗ്രാവിറ്റി അത് ലോകം അറിയുന്നില്ല എന്ന പ്രശ്നമുണ്ടോ? കാരണം അവിടെ ഓൾറെഡി കർശനമായ നിയന്ത്രണങ്ങൾ ഭരണകൂടം വരുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇറാന്റെ ബോംബുകൾ വീണ സ്ഥലങ്ങൾ എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള വിവരങ്ങൾ ദൃശ്യങ്ങളോ പങ്കുവെക്കരുതെന്ന കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സോ എന്തുമാത്രം കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ വിനാശം അല്ലെങ്കിൽ ആഘാതം ഇസ്രായേലിൽ ഉണ്ടായി എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വാർത്തയിലൊരു കൃത്യതാ പ്രശ്നമുണ്ടോ? തീർച്ചയായും ആദ്യമായി ആ തരത്തിൽ ഒരു വാർത്ത പുറത്തുവിടുന്നത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടാൻ തയ്യാറാകുന്നത് ഈ വലിയ കാഷ്വാലിറ്റി ഉണ്ടായപ്പോഴാണ്. 9 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ്. ചെറിയ മരണങ്ങൾ എന്ന് ഉദ്ദേശിച്ചാൽ ഒരിടത്ത് കൊല്ലപ്പെടുന്നു, മറ്റൊരാൾ കൊല്ലപ്പെടുന്നു, അങ്ങനെ ഒരു 6 മരണങ്ങൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും വലിയൊരു സംഭവമാവുകയോ അതിലൊരു ടോട്ടൽ കൗണ്ട് കൊടുക്കാൻ പോലും ഇസ്രായേലി മാധ്യമങ്ങൾ തയ്യാറാവില്ല. കൃത്യമായ നിരീക്ഷണങ്ങൾ ഇസ്രായേലി സർക്കാരിൻ്റെ മുകളിൽ നിന്ന് ആ മാധ്യമങ്ങൾക്കുണ്ടായത് കൊണ്ടാണ് അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ എവിടെയൊക്കെയാണ് ആ 6 പേർ കൊല്ലപ്പെട്ടത് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഒരിക്കലും മാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടരുത് എന്ന് ഇസ്രായേൽ നിർബന്ധമുണ്ട്. എന്ന് മാത്രമല്ല അത് പ്രചരിക്കാതിരിക്കുക. ഈ ഒരു ഇറാനിന് നേരെയുള്ള ഓപ്പറേഷൻ വിജയിക്കണമെങ്കിൽ സ്വന്തം ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടാവണം. നമ്മൾ അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ സ്വന്തമായിട്ടുമൊക്കെയുള്ള പ്രതിരോധ സംവിധാനങ്ങളിൽ നമ്മൾ സേഫാണ് എന്ന ഒരു ചിത്രമുണ്ടാക്കാനാണ് നെതന്യാഹു സർക്കാർ ശ്രമിക്കുന്നത്. ഒരിക്കലും അത് പുറത്തു പോകരുത്, അവർക്കിടയിൽ പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്ന്. ഇപ്പോൾ മലയാളികളൊക്കെ ആയിട്ടുള്ള പല ആളുകളും ഇപ്പോൾ ഇസ്രായേലിലുണ്ട്. അവരെല്ലാവരും ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ബങ്കറുകളും വളരെ സേഫാണ്, ഇവിടെ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധികളുമില്ല, പ്രയാസങ്ങളുമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ആക്രമണത്തോടു കൂടി ആ ബങ്കറിൽ പോലും ഈ മിസൈലുകൾ വീണ ഒരു സാഹചര്യത്തിൽ ഈ ബങ്കറിനെ പോലും തകർക്കാൻ ശേഷിയുണ്ട് ഇറാന്റെ മിസൈലിന് എന്നറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് സുരക്ഷിതമായി ബങ്കറുകളിൽ കഴിയുക എന്നൊരാശങ്ക ഇസ്രായേലിനുള്ളിലുള്ള ജനതയ്ക്കുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് മാധ്യമങ്ങളിൽ പോലും നമ്മൾ കണ്ടത്. ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വളരെ സജീവമായി തന്നെ ഈ ഇസ്രായേലിലെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെയുള്ള വിവരങ്ങൾ അറിയാതിരിക്കുക എന്ന് പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അതിനുവേണ്ടി എല്ലാ തന്ത്രങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നോക്കുക, യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയത് ഇസ്രായേലാണ്, അമേരിക്കയെ ഇതിലേക്ക് കൊണ്ടുവരുന്നതും ഇസ്രായേലാണ്. ഇസ്രായേലിന് അവരുടെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് ബങ്കറുകൾ ഒരുക്കി വെക്കാനും ഹോസ്പിറ്റലുകൾ ഒരുക്കി വെക്കാനും അതിനേക്കാൾ ഏറ്റവും പ്രധാനമായി എവിടെയൊക്കെയാണ് ഇറാന്റെ മിസൈലുകൾ ഉള്ളത് എന്ന് ഞങ്ങൾക്കറിയാമെന്നും അത് എവിടെ നിന്നാണ് അത് വിടുക എന്നും എപ്പോഴാണ് അവിടെ എത്തുക എന്നും ഞങ്ങൾക്കറിയാമെന്നും അപ്പോഴെല്ലാം അതിനു മുമ്പ് തന്നെ അതിനെ ഞങ്ങൾ നിർവീര്യമാക്കുമെന്നും അതിന് അമേരിക്കയുടെ THAAD പാട്രിയറ്റ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടി അഡീഷണൽ ആയിട്ടുള്ള സഹായങ്ങൾ കൂടി ഉണ്ട് എന്നും അയൺ ഡോമിന് പുറമെ ഇത്തരം സംവിധാനങ്ങളുണ്ട് എന്നും അത്തരം സന്ദർഭങ്ങളിലെല്ലാം സൈറൺ മുഴങ്ങുമെന്നും ഒക്കെ പറഞ്ഞ് അങ്ങനെ സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ബങ്കറുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും സേഫാണ്. ഇതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. പക്ഷേ അത്രയേറെ ഇറങ്ങിയിട്ടും ഇപ്പോൾ 15 പേർ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഇസ്രായേലിന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിനേക്കാൾ വലിയ കാഷ്വാലിറ്റീസ് ഗസയിൽ ഉണ്ടായിട്ടുണ്ട്. ഗസ യുദ്ധത്തിൽ ഇഷ്ടം പോലെ സൈനികർ കൊല്ലപ്പെടുന്ന 1000-ലധികം വരുന്ന സൈനികർ 6 മാസം കൊണ്ട് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 10,000-ഓളം ആളുകൾക്ക് അംഗവിച്ഛേദം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോലും തങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി എത്ര പേരെയും കുരുതി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. അതിനുവേണ്ടിയുള്ളൊരു പ്രൊപ്പഗൻഡയാണ് നെതന്യാഹു ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പേർഷ്യൻ ഭാഷയിൽ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇറാനിലെ ജനതയോട് അദ്ദേഹം സംസാരിക്കുകയാണ്, ഒരു വീഡിയോ സന്ദേശം നൽകുകയാണ്. നിങ്ങളുടെ നേതാക്കളെല്ലാം കൊല്ലപ്പെടുകയാണ്, നിങ്ങളുടെ സൈനിക ശേഷി ആയുധശേഷിയെല്ലാം നശിപ്പിക്കപ്പെടുകയാണ്, പിന്നീട് നിങ്ങൾ തെരുവിലിറങ്ങണം, നിങ്ങൾക്കിനി സ്വാതന്ത്ര്യത്തിന് ദിനങ്ങളാണ് വരാനുള്ളത്, ആ സ്വാതന്ത്ര്യം ഞങ്ങളും അമേരിക്കയും ചേർന്ന് നൽകും എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന പേർഷ്യൻ ഭാഷയിൽ ഇറാനിയൻ ഭാഷയിൽ നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവായി നെതന്യാഹു മാറുന്നു. ആ നെതന്യാഹുവിൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മറികടക്കാൻ അല്ലെങ്കിൽ അതിനെ ഒരു ഉടക്കിടാൻ ഈ ആയുധങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇറാൻ്റെ ആയുധങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഖാംനായി കൊല്ലപ്പെട്ടിട്ടും പുതിയ ഭരണക്രമങ്ങൾ ഉണ്ടായിട്ടും ഒന്നും അവിടെ ആ തരത്തിലുള്ള ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ ആയുധശേഷി അവർ പരമാവധി പ്രയോഗിക്കുകയാണ്. അത് ഇസ്രായേലിന് നേരെ പ്രയോഗിക്കുന്നു, അപ്പുറത്തേക്ക് മെഡിറ്ററേനിയൻ കടൽ കടന്ന് സൈപ്രസിലേക്ക് എത്തുന്നു. ഇതിന് സഹായം നൽകുന്ന ആരൊക്കെയുണ്ടോ അവരെല്ലാം ഞങ്ങൾ ഭീഷണിപ്പെടുത്തും എന്നുള്ള ഒരു സന്ദേശം തന്നെ അവർ നൽകുകയാണ്.
ശരി, ബി കെ സുഹൈലാണ് വിവരങ്ങൾ നൽകുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. യുദ്ധം 4 ആഴ്ച കൂടി നീളുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നതോടെ അതിന്റെ കെടുതികൾ എന്തുമാത്രമായിരിക്കും എന്നുള്ള ആധിയും വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഇപ്പോഴത്തെ പ്രതിരോധാക്രമണം എന്ന് പറയുന്നത് നീണ്ടുപോകുമോ എന്ന ആശങ്ക അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റിക്കടക്കം വലിയ തോതിലുണ്ട് എന്നത് പ്രധാനമാണ്. അത് സാമ്പത്തിക മേഖലയെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു, ഓയിൽ ഇൻഡസ്ട്രിയെ എങ്ങനെ ബാധിക്കാൻ പോകുന്നുള്ള വലിയ ക്വസ്റ്റ്യൻസും അവിടെ ഉണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. അപ്രതീക്ഷിതമായി ഇറാനിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രതിരോധമാണോ യുദ്ധം നീട്ടാൻ അമേരിക്കയെ നിർബന്ധിതമാക്കുന്നതെന്ന ക്വസ്റ്റ്യനുണ്ട്. ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനകത്ത് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെയും ഒരു അപ്രതീക്ഷിത സാഹചര്യത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയിട്ടുണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട്.